ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഒരു വെറൈറ്റി വീഡിയോ ആണ് നമ്മളിവിടെ പരിചയപ്പെടാൻ പോകുന്നത്. ഒരു സോളാർ വാട്ടർ ഹീറ്റർ വർക്കാവുന്നില്ല. സോ അതിൻ്റെ ഒരു റെക്ടിഫിക്കേഷൻ പർപ്പസാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ ഇവിടെ നമ്മൾ ഹീറ്ററിൻ്റെ കറണ്ട് ടെമ്പറേച്ചർ ഒന്ന് ചെക്ക് ചെയ്യുകയാണ്. ഒരു തെർമോസ്റ്റാറ്റ് ഉപയോഗിച്ച് നമുക്ക് ഇവിടെ കാണാം 31 ഡിഗ്രിയിൽ മേപ്പോട്ട് പോകുന്നില്ല. സോളാർ ഹീറ്ററിൻ്റെ ഒരു ഡ്രെയിൻ ഔട്ട്ലെറ്റിൽ നിന്നാണ് നമ്മൾ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യുന്നത്. ഒരു തെർമോമീറ്റർ ഉപയോഗിച്ച് ചെക്ക് ചെയ്യുമ്പോൾ 31, മാക്സിമം 32 ഡിഗ്രിയാണ് കിട്ടുന്നത്. മിനിമം നമുക്ക് ഒരു 50 ഡിഗ്രിയെങ്കിലും കിട്ടണം. സെറ്റിങ് 60-ലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ഫസ്റ്റ് നമുക്ക് പവർ ഒന്ന് ചെക്ക് ചെയ്യാം. പാനലിൽ പവറുണ്ടോ ഇല്ലയോ ഒന്ന് ചെക്ക് ചെയ്യാം. ഇതാണ് അതിൻ്റെ കൺട്രോൾ പാനൽ. സോ പാനലിനകത്ത് ഇൻഡിക്കേഷൻ ഉണ്ട്. സോ പാനൽ ലൈവ് വരുന്നുണ്ട് എന്ന് കൺഫേമാണ്. ഓഫ് ചെയ്തിട്ട് ചെക്ക് ചെയ്യാം. ഇതാണ് മെയിൻ ഇൻകമർ. സോ മെയിൻ ഇൻകമർ വരുന്നുണ്ട്. ടെസ്റ്റർ ഉപയോഗിച്ചാണ് ഞാൻ ചെക്ക് ചെയ്തത്. ഇപ്പോൾ എൻ്റെ കയ്യിൽ മൾട്ടിമീറ്റർ ഇല്ല. ടെസ്റ്റർ വരുമ്പോൾ ലൈവ് കാണിക്കുന്നുണ്ട്. സോ എന്താണ് എന്ന് നോക്കാം. കോണ്ടാക്ടർ ഔട്ട് വരുന്നുണ്ട്. ഇതാണ് ലൈൻ ഔട്ട്, ഹീറ്ററിലേക്ക് പോകുന്ന ലൈൻ ഔട്ട്. അവിടെയും ഫേസ് വരുന്നുണ്ട്. ഫീൽഡിലേക്കുള്ള ഫേസ് സപ്ലൈ പോകുന്നുണ്ട് പാനലിൽ നിന്ന്. സോ അപ്പോൾ ഫീൽഡിൽ നമുക്ക് ചെക്ക് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് ഓക്കെ. സോ ഫീൽഡ് എന്ന് പറയുമ്പോൾ ഹീറ്ററിലേക്ക് പോകുന്നത്. സോ ഇതാണ് ഹീറ്ററിലേക്ക് നമ്മൾ കൊടുക്കുന്ന ആ പാനലിൻ്റെ ഔട്ട് വന്ന് കയറുന്നത്. ഇതിനകത്തൊരു ഓവർലോഡ് കാണും, ഹീറ്റർ ഓവർലോഡ്. ഇതാണ് ഹീറ്റർ ഓവർലോഡ്. സോ അവിടെ കണ്ട ഫീൽഡിലേക്ക് വരുന്ന യെല്ലോ കേബിൾ ഇതാണ്. ഫേസ് ന്യൂട്രൽ. സോ ഇവിടെ നമുക്ക് ഓൾറെഡി കാണാൻ പറ്റും ഈ ഹീറ്റർ ഓവർലോഡ് ട്രിപ്പായി കിടക്കുക. നമ്മളൊന്ന് റീസെറ്റ് ചെയ്യാം. കണ്ട, റീസെറ്റായി. ആ ഹീറ്റർ ഓവർലോഡിൻ്റെ ഒരു റീസെറ്റ് ബട്ടണുണ്ട്. അത് എപ്പോഴും താഴ്ന്നു നിൽക്കണം, എന്നാലേ അത് ഇതാവത്തുള്ളൂ, കണ്ടക്ഷൻ നടക്കത്തുള്ളൂ. അപ്പോൾ ഇത് റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്ക് ഫീൽ ആവാം ഒരു ഹീറ്റിങ്ങിൻ്റെ ഒരു ചെറിയ ഹിസ്സിങ് നോയ്സ് വരുന്നുണ്ട്. അപ്പം സംഭവം ഇത് ഓവർലോഡ് ട്രിപ്പായതാണ്. സോ നമുക്കിനി അത് മോണിറ്റർ ചെയ്യാം, ഹീറ്റ് വരുന്നുണ്ടോ ഇല്ലയോ എന്ന്.
നോർമലി ഓവർലോഡ് ട്രിപ്പാവുന്നത് ഈ ഹീറ്ററിൻ്റെ ആ കോയിലുണ്ടല്ലോ, ആ ഹീറ്റിംഗ് കോയിലിൻ്റെ മുകളിലായിട്ട് ഈ സ്കെയിലിംഗ് ഒക്കെ നടക്കും. ഈ വെള്ളത്തിൻ്റെ ഹാർഡ്നെസ് കാരണം സ്കെയിലിംഗ് ഫോം ആവും. സോ ആ ഹീറ്റ് ട്രാൻസാക്ഷൻ പെട്ടെന്ന് നടക്കത്തില്ല. അപ്പോൾ അത് കാരണമാണ് ഈ ട്രിപ്പിങ് സംഭവിക്കുന്നത്. അപ്പോൾ അത് നമ്മൾ ഇടയ്ക്കിത് ഹീറ്റർ ഊരി ഒന്ന് സർവീസൊക്കെ ചെയ്യണം. അപ്പോൾ അതിൻ്റെ സമയമായിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. സോ ഇനിയും ട്രിപ്പിങ് നടക്കുവാണെങ്കിൽ നമുക്ക് അത് സർവീസ് ചെയ്യണം. സോ നിങ്ങൾക്ക് ഇതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോകളുമായി നമുക്ക് വീണ്ടും കാണാം. സോ സ്റ്റേ സേഫ്. ഗുഡ് ബൈ.